CPM-ന്റെ മുൻ MLA പത്മകുമാർ അറസ്റ്റിലായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറസ്റ്റിലായതിന് തുല്യമെന്ന് ശബരിമല വിശ്വാസികളെല്ലാം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതായത് ശബരിമല കട്ടിളപ്പാളി സ്വർണ്ണക്കേസിന് പുറമെ ദ്വാരപാലക ശില്പങ്ങൾ കടത്തിക്കൊണ്ടുപോയ കേസിലും പത്മകുമാർ അറസ്റ്റിലായതോടെ മുതിർന്ന CPM നേതാവ്, പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നൊക്കെയുള്ള പത്മകുമാറിന് അത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്നുള്ള രീതിയിൽ ചർച്ച പോയിരിക്കുന്നു. അദ്ദേഹത്തിന് ഇനി മോചനമില്ല അടുത്ത കാലത്ത് എന്നുറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കട്ടിളപ്പാളി കേസിൽ കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിന് 2 ആഴ്ച കൂടി റിമാൻഡ് വിധിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ 14 ദിവസമായി ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിന് വീണ്ടും ഇപ്പോൾ ശിക്ഷ ലഭിച്ചിരിക്കുകയാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ കവർച്ചയുടെ പേരിൽ രണ്ടാമതൊരു കേസും അതിന്മേലുള്ള അറസ്റ്റും പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതോടെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തന് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസ്ഥ അത് മുഖ്യമന്ത്രിക്ക് വന്ന് എന്ന് തന്നെ വിശ്വാസികൾ പറഞ്ഞു തുടങ്ങി. അതിനുള്ള വിചാരണയും വൈകാതെ തുടങ്ങുകയാണ്. അതായത് കേരളത്തിലെ CPM സർക്കാരിൻ്റെ അടിത്തറ തന്നെ തോണ്ടുന്ന തരത്തിലേക്കാണ് ശബരിമലയിലെ കേസുകൾ നീളുന്നത്. 32 വർഷം തുടർച്ചയായി ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും പ്രവർത്തിച്ചു വരുന്ന പത്മകുമാർ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രംഗത്തെത്തിയ ഒരാൾ, DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, 25-ാം വയസ്സിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി തുടങ്ങിയ നിലകളിലെല്ലാം പ്രവർത്തിച്ച ഒരാൾ ആണ് പിണറായി വിജയന്റെ വിശ്വസ്തനായി അറസ്റ്റ് തുടരുന്നത്. 34-ാം വയസ്സിൽ 1991 കോന്നി MLA ആയി പത്മകുമാർ. 96-ൽ കോന്നിയിലും 2001-ൽ ആറന്മുളയിലും പാർട്ടി സീറ്റ് നൽകിയെങ്കിൽ അപ്പോൾ തോറ്റു. വിഭാഗീയത കൊടുമ്പിരി കൊണ്ട കാലത്ത് ശക്തനായ പിണറായി പക്ഷക്കാരനായി നിന്നതുകൊണ്ട് തന്നെയാണ് പത്മകുമാറിന് ലഭിച്ച സൗഭാഗ്യങ്ങളെല്ലാം. എന്നാൽ അത് വലിയൊരു കൊള്ളത്തരത്തിലേക്കും സ്വർണ്ണമോഷണത്തിലേക്കും കടക്കുന്നത് ഇത് പിണറായി വിജയനെ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. ആറന്മുള നാൽക്കാലിക്കൽ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായിരിക്കെ അംഗങ്ങളറിയാതെ അവരുടെ പേരിൽ കാർഷിക വായ്പയെടുക്കുകയും തിരിച്ചടക്കാതിരിക്കുകയും ചെയ്ത കേസിൽപ്പെട്ടയാളാണ് പത്മകുമാർ. പിന്നീട് വന്ന ഇടത് സർക്കാരിൻ്റെ കാലത്ത് കേസിൽ നിന്നെല്ലാം ഒഴിവാക്കപ്പെട്ടു. ജില്ലയിലെ മറ്റെല്ലാ നേതാക്കളും VS ചേരിയിൽ അടിയുറച്ചു നിന്നപ്പോൾ പത്മകുമാർ തനിക്കൊപ്പം നിന്നു എന്നതിൻ്റെ പ്രത്യുപകാരമായിരുന്നു പിണറായി വിജയൻ പത്മകുമാറിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം നൽകിയത്. ഈ ബോർഡാണ് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചതും ശ്രീകോവിലും ദ്വാരപാലക ശില്പങ്ങളും പൂശിയ കോടികളുടെ സ്വർണം കവർച്ച ചെയ്തതും. അതിനർത്ഥം പിണറായി കൊണ്ടുപോയി അവിടെ പ്രതിഷ്ഠിച്ച ഒരു വ്യക്തി, പിണറായിയുടെ സ്വന്തക്കാരനായി ശബരിമലയിൽ എത്തിയ ഒരു വ്യക്തി അവിടെ നിന്ന് സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അറിയാതെ ചെയ്യില്ല എന്നുറപ്പാണ്. ഇത്രയും വലിയ വഞ്ചന നടത്തി 2 ആഴ്ചയായി ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോഴും പത്മകുമാറിനെതിരെ CPM ഒരു നടപടിയും എടുത്തിട്ടില്ല എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഏറ്റവും വലിയ ശക്തിയും പിന്തുണയും ഉള്ളതുകൊണ്ട് മാത്രം തന്നെയാണ്. പിണങ്ങിപ്പോയ പത്മകുമാറിനെ മെരുക്കാനുള്ള നീക്കങ്ങൾക്കിടയിലാണ് ഇയാൾ സ്വർണ്ണക്കേസിൽ കുടുങ്ങിയത് എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ മറ്റുള്ള ചില കളികളുണ്ടോ എന്നുള്ളതും സംശയിക്കുന്നു. ജയിൽ മോചിതനാകുന്നതിന് മുൻപേ പത്മകുമാറിനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പ്രൊമോട്ട് ചെയ്താലും അത്ഭുതപ്പെടാനില്ലെന്ന് കരുനാഗപ്പള്ളിയിലെ CPM വിമത പക്ഷത്തുള്ള ഒരു മുതിർന്ന നേതാവ് ചില മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നു. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയായി CPM അധപ്പതിച്ചുവെന്നും പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത ഒട്ടനവധി നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ അറസ്റ്റിന് തുല്യമായി മാറിയിരിക്കുകയാണ്.